ജോസഫ് വിജയ് തമിഴ്നാട് കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന ഖ്യാതിയോടുകൂടി ജോസഫ് വിജയ് മുന്നോട്ട് വരികയാണ്. അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത അന്ന് മുതൽ തന്നെ അദ്ദേഹം നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളിലും വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു താരാധിപത്യമുള്ള രാഷ്ട്രീയമാണ്. നമുക്ക് MGRൻ്റെയും ജയലളിതയുടെയും കാലഘട്ടത്തിൽ തന്നെ അത് മനസ്സിലാവുന്നതാണ്. പക്ഷേ പിന്നീട് വന്ന രജനീകാന്തിനോ കമലഹാസനോ വിജയകാന്തിനോ ഒന്നും തന്നെ അവിടെ തമിഴ് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവർ അപ്രസക്തരായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിജയ് രാഷ്ട്രീയ പാർട്ടി തമിഴ് വെട്രിക് കഴകം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് വന്നപ്പോൾ പോലും നമ്മൾ ആദ്യഘട്ടത്തിൽ വിജയുടെ ഈ ഒരു വരവിനെ പലരും വലിയൊരു ആകാംക്ഷയോടെ കണ്ടു. അല്ലെങ്കിൽ ഇത് ഏത് തരത്തിൽ വിജയ്, കാരണം രജനീകാന്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, കമലഹാസന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, വിജയകാന്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വിജയ്ക്ക് ഏത് തരത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ച് കുലുക്കാൻ കഴിയുമെന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ മാത്രമല്ല, തമിഴ് രാഷ്ട്രീയം മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് വിജയ് ഒരു റാലി നടത്തുകയും അതിൽ നിർഭാഗ്യവശാൽ കുറച്ച് പേർ മരിക്കാനിടയായ ഒരു സാഹചര്യമൊക്കെ വന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ കരുതിയത് വിജയ് യുഗം അവസാനിക്കുമോ, അല്ലെങ്കിൽ വിജയ് വീണ്ടും സിനിമയിലേക്ക് തന്നെ മടങ്ങിപ്പോകുമോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ADMKയും DMKയും അവിടെ തന്നെ BJP സെപ്പറേറ്റായി മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് TMK, അതായത് TVK തമിഴ് വെട്രിക് കഴകം എന്ന പാർട്ടിയുമായി വിജയ് അവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ADMK എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയാണ്. DMK എന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ കരുണാനിധിയുടെ പിന്തുണയുള്ള വലിയ പാർട്ടിയാണ്. ADMK പരിശോധിച്ച് കഴിഞ്ഞാൽ ജയലളിത, പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ ഓരോ നേതാക്കളിലൂടെ കടന്നു പോകുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ഇത്രയും വലിയ പാർട്ടി, ഇത്രയും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മുഴുവൻ ജലിച്ചു നിൽക്കുന്ന ഈ പാർട്ടി, BJP ആകട്ടെ അണ്ണാമലയുടെ നേതൃത്വത്തിലൊക്കെ BJPയും അവിടെ ശ്രദ്ധേയമായ സാന്നിധ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പാർട്ടി, ഇതിൻ്റെ ഇടയിലേക്ക് TVK കടന്നു വരുമ്പോൾ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ എക്സിറ്റ് പോളുകളിലൊക്കെ കണ്ടതുപോലെ കൂടിപ്പോയൊരു 10 സീറ്റ്, ഇതിനപ്പുറം അല്ലെങ്കിൽ വിജയ് ജയിക്കും, വിജയിയുടെ കൂടെ നിൽക്കുന്ന 1-2 പേർ ജയിക്കുമെന്നതിനപ്പുറം ഈ തമിഴ്നാട് രാഷ്ട്രീയം മുഴുവൻ പിടിച്ചു കുലുക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ മുഴുവൻ അല്ലെങ്കിൽ തങ്ങളിലേക്ക് ആവാഹിക്കുന്ന തരത്തിലേക്ക് ഈ TVKക്ക് എത്താൻ കഴിയും, വിജയ്ക്ക് എത്താൻ കഴിയുമെന്ന് ഒരാൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ വിജയ് ഒരു തരംഗമായി മാറുന്നു. ചെറിയ ഭൂരിപക്ഷമായിരുന്നു വേണ്ടിയിരുന്നത്. അത് പല പാർട്ടികളെയും, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെയൊക്കെ ചേർത്തുകൊണ്ട് വിജയ് അവിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയായി വരുന്നു. നമുക്കറിയാം, പലപ്പോഴും മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ, ഓരോ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കുറച്ച് ഏജുള്ള മനുഷ്യരായിരിക്കും സ്വാഭാവികമായിട്ടും. ഇത് വിജയ് എന്ന് പറയുമ്പോൾ ഒരു യുവാവാണ്, ഒപ്പം തമിഴ് സിനിമയുടെ തരംഗമാണ്, ഇളയ ദളപതിയാണ്. അപ്പോൾ ഈ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഉണ്ടായ ഒരു ആവേശം ഭയങ്കര വലുതാണ്. അപ്പോൾ പലരും പറഞ്ഞു, ഇത് ഈ സിനിമ സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ ഭരണത്തിൽ ഇതൊന്നും കാണില്ല. പക്ഷേ വിജയ് ഓരോ ദിവസം കഴിയുന്നവർ, വിജയ് ആദ്യഘട്ടത്തിലൊക്കെ അവിടെ വീട്ടിൽ നിന്ന് ചോറുപതിയുമായി വന്ന് ഭരണം നടത്തുന്ന തരത്തിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ലഹരിക്കെതിരെയുള്ള, ഇപ്പോൾ ബാറുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യ കുറേ തീരുമാനങ്ങളെടുത്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, കാരണം കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ, ലഹരിക്കെതിരെ, അതായത് കാരവാനടക്കം അല്ലെങ്കിൽ സ്കൂളുകളടക്കം എല്ലായിടത്തും പോയി ലഹരി പിടിക്കുക, അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങളെ ഇവിടെ നിന്നും കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും തൂത്തെറിയുക എന്നുള്ള ആ ഓപ്പറേഷൻ തൂഫാൻ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് രമേശ് ചെന്നിത്തലയും വിജയുമായി ചർച്ച നടത്തുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും വിജയ് അതിന് ഇഷ്ടം തോന്നുകയും വിജയ് കേരളത്തിലെത്തുന്നു, കൊച്ചിയിലെത്തുന്നു. വിജയ് ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയ്ക്ക്, അല്ലെങ്കിൽ വലിയൊരു സന്ദേശമാണ്. കാരണം 2 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അത് 2 സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട, അതായത് വിജയ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും കൂടെ കൂട്ടായി ചേർന്നുകൊണ്ട് ഈ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമ്പോൾ അതൊരു വലിയ വിപ്ലവം തന്നെയായിരിക്കും കേരളത്തിലും തമിഴ്നാട്ടിലും സൃഷ്ടിക്കപ്പെടുക. അതുമാത്രമല്ല, വിജയ് എന്ന് പറയുന്നത് ഒരു നടൻ മാത്രമല്ല, ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അല്ലെങ്കിൽ ഭരിക്കാൻ അറിയാവുന്ന, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായി, അല്ലെങ്കിൽ ഒരു ഭരണ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ നേതാവായി മാറുന്നു. അത് ഏറ്റവും വലിയൊരു സ്വീകാര്യതയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിന് നൽകുന്നത്.